ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഗൈഡൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്. പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഷെയറും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്, 1 2 3. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദൈവത്തിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് ഫോട്ടോ സെലക്ട് ചെയ്യാനാണോ തോന്നുന്നത്, ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റീഡിങ് കേൾക്കാൻ ശ്രമിക്കുക. ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ കണ്ണടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ധ്യാനിക്കുക. എന്നിട്ട് മനസ്സിലൊരു ചോദ്യം ചോദിക്കുക. അതിനുത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് സ്വീകാര്യമാവുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഒരു മെസ്സേജായിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ തോന്നുമെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാം. ചില ആൾക്കാർക്ക് മൂന്ന് ദൈവത്തിനോടും അട്രാക്ഷൻ തോന്നാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഓർക്കുക, ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫോട്ടോ മൂകാംബിക അമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം വരുന്നത്, നിങ്ങൾ നാളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ഒരു നിമിഷം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ ഹാപ്പിനെസ് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നാളെയൊക്കെ വേണം, പക്ഷേ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സന്തോഷം കൂടി നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ഓർക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്കുള്ളൊരു സ്നേഹം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരുപാട് ആകുലതകളും പ്രശ്നങ്ങളും കാരണം നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. അപ്പം അവർ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു നിമിഷത്തെ സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ എൻജോയ്മെൻറ്റ്, ആഘോഷങ്ങൾ, സെലിബ്രേഷൻ, ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യുവാണ്, സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നാളെക്കുറിച്ചുള്ള ആകുലതകൾ ഒഴിവാക്കാനാണ് അമ്മ പറയുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളതിന് നിങ്ങൾ സന്തോഷം കണ്ടെത്താത്തത് കൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്കൊരു ബ്ലോക്കായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെ റെസൊണേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയെടുക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫറിങ്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു മനുഷ്യനായിട്ട് പിറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. നമ്മളതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അമ്മ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പലരും മൂകാംബിക അമ്മയുടെ ദർശനം നടത്തുന്നവരായിരിക്കാം വർഷത്തിലൊരിക്കൽ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൈവിട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു പോവും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിനെയും അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് പുരോഗമനത്തിലോട്ട് വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, സിറ്റുവേഷൻസ്, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ബാക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും, അമ്മയെ വിളിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരുപാട് ആ ഒരു കരഞ്ഞതിന്, അല്ലെങ്കിൽ ആ ഒരു അത്രയും വിഷമിച്ചതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാതെ ഒരിക്കലും പോവില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള സന്തോഷത്തിൽ നിങ്ങൾ സമാധാനം, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഉള്ളതിന് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് സംഭവിക്കും. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ പലർക്കും ഒരു ഉള്ളിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു പവർ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ ഒരു
ഒരു ഒരു നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവാം. ചിലപ്പോൾ പല പല ഇത്രയും കാലത്തെ ചില വെല്ലുവിളികൾ, ജീവിതത്തിലുണ്ടായ വെല്ലുവിളികൾ കാരണം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് പരീക്ഷണത്തിൽ കൂടി കടന്നു പോയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല കാലത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. കാരണം മുന്നോട്ടേക്ക് പോകാൻ അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഈ ഒരു ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണ്. അപ്പം മുമ്പോട്ടേക്ക് പോകാനുള്ള ആ ഒരു കരുത്ത് നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, എങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു പരീക്ഷണമാണ് ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം വിശ്വാസം കൈവെടിയാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ശക്തിയുടെ ചൈതന്യത്തെ നിങ്ങൾ തൊട്ടറിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നല്ല, അതായത് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ഇപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അത് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ സ്ഥലം, ചില ഭൂമി, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറണമെന്ന് ചിന്തിച്ചിട്ടും അവിടെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പം ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു ചില കംഫർട്ടായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. നിങ്ങളിപ്പോൾ ഒരു ബാലൻസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇമോഷണലായിട്ടുള്ള കാര്യത്തിൻ്റെ മേലെ ചിന്തിച്ചിട്ട് അനാവശ്യമായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ജീവിതത്തിൻ്റെ ചില മുന്നോട്ടേക്കുള്ള പാതയിൽ ചില ഉറച്ച തീരുമാനം അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ തോന്നിക്കുന്ന എന്താണോ ആ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ പോകാൻ ചിലപ്പോൾ പേടിയുണ്ടാവും, ഇത് ശരിയാവോ എന്നുള്ളത്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് വഴി തന്നെയാണ്, കറക്റ്റ് പാത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. ലളിതാ സഹസ്രനാമം നിങ്ങളെ മുമ്പോട്ടുള്ള പാതയിൽ ഒരുപാട് സഹായിക്കും. ഇത് സെലക്ട് ചെയ്ത നിങ്ങളിൽ പലരും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരായിരിക്കാം, കേൾക്കുന്നവരായിരിക്കാം. അപ്പോൾ അത് തുടരാൻ ശ്രമിക്കുക. പണ്ടെടുത്ത ചില തീരുമാനങ്ങൾ വീണ്ടും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതൊന്നും കൂടി റീവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി അതിനെ മേലെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ദേവീക്ഷേത്രം, അത് ഏത് ദേവീക്ഷേത്രമാവും, അടുത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ദേവീക്ഷേത്രം തന്നെ ആവണമെന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അമ്പലത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. തളർച്ച കൂടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷണങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനെ അതിജീവിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിപരാശക്തി എന്ന് പറയുന്നത് വളരെയധികം പരീക്ഷിക്കും. നമ്മൾ ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ എന്നിരുന്നാലും ഉറപ്പായിട്ടും കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു വിളി തീർച്ചയായിട്ടും കേൾക്കുന്നതാണ്. അപ്പോൾ കരുത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എന്നും അമ്മയെ വിളിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം ആദിപരാശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ്, അമ്മയുടെ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടെങ്കിൽ, മൂകാംബിക അമ്മയുടെ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചിന്തിക്കാം, നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൽ നിങ്ങൾ നന്ദി സമർപ്പിക്കാം. പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുമ്പോട്ടേക്കുള്ള പാത നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലെയിം ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് ഫോട്ടോ, മഹാദേവൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു ബാലൻസ് കിട്ടാതെ ഒരു എവിടെയും ഒരു കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റാതെ ജഗ്ൽ ചെയ്യുന്നൊരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ പഴയ ഇഷ്യൂസ്, ടെൻഷൻസ് ആയിരിക്കാം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു അതുപോലെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബാലൻസാണ്, ഉള്ളിലൊരു സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണിപ്പോൾ. ഉള്ളിലെ ആ ഒരു ആന്തരിക, അതായത് ഇന്നർ പീസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇമോഷൻ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ ജപിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ചു നേരം കണ്ണടച്ച് മഹാദേവൻ്റെ ആ ഒരു കീർത്തനം അല്ലെങ്കിൽ ഓം നമ ശിവായ ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ഉള്ളിൻ്റെ ഉള്ളിലൊരു സമാധാനം ഫീൽ ചെയ്യുന്നതാണ്. അങ്ങനൊരു സന്ദേശമാണ് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ തോന്നുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയൊരവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ, ഇമോഷണൽ പെയിൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കണം കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷൻ ടെമ്പററി മാത്രമാണ്. ഓക്കെ, താൽക്കാലികം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് റീവിസിറ്റിംഗ് ദ പാസ്റ്റ്, അതായത് പഴയ ആ ഒരു ചൈൽഡ്ഹുഡ് പരമായിട്ട് നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള ഇഷ്യൂസ്, ചിലപ്പോൾ സ്നേഹം കിട്ടാതെ പോയൊരവസ്ഥ, അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും മെമ്മറീസ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി, എന്തെങ്കിലും എക്സാംസ് അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യേണ്ട കാര്യം, ജോലിയുടെ കാര്യം, ഇങ്ങനെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടിയ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷൻ ടെമ്പററി ആണ്. ഓക്കെ, നിങ്ങളതിൽ സ്റ്റക്കായിട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് മഹാദേവൻ്റെ ഒരു സന്ദേശം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമോഷനിൽ നിങ്ങൾ ട്രാപ്പായി പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട്, ക്രിറ്റിസിസം, സ്വന്തം നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും മാറും. ഓക്കെ, ഇത് ടെമ്പററി ആണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കേണ്ട തീരുമാനം ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ഈ ഒരു സൈക്കിൾ തന്നെ ചിലപ്പോൾ, ഈ ഒരു സ്ട്രഗിൾ, ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതേ അവസ്ഥ തന്നെ പിന്നെയും കടന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തിട്ടും മാറ്റം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കാം. അപ്പോൾ മനസ്സിലാക്കാം, ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു ഹയർ പവറാണ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത്രയും നാളും ഗൈഡ് ചെയ്ത് കൊണ്ടുപോയതും അത് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ്, പ്രശ്നങ്ങൾ എഴുതി ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാനൊരു സന്ദേശം ആണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ്, പ്രശ്നങ്ങൾ നിങ്ങൾ ഒന്നുകിൽ എഴുതി, ഒരു കത്തായിട്ട് എഴുതി ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി നിങ്ങളുടെ ഫീലിങ്സ് ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഇതിന് പുറത്ത് കിടക്കാനുള്ള വഴി നിങ്ങൾക്ക് മുമ്പിൽ തെളിയും. പിന്നെ ചില ആൾക്കാർ രണ്ട് സിറ്റുവേഷൻ, അതായത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ ഒന്നുകിൽ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ്, കറണ്ട് റിലേഷൻഷിപ്പ്, അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യം, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ, അതായത് ഒരു ക്രോസ് റോഡ്, ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സെലക്ട് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിൽ ഓർക്കുക, ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അത് ഭഗവാന് മുമ്പിൽ സറണ്ടർ ചെയ്യുക, ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മുമ്പിൽ, അതായത് നിങ്ങൾക്ക് ഭാവിയിൽ നിന്ന് മാത്രമല്ല, അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്ന്, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാല്യൂ കിട്ടിയിരുന്നത്, എവിടെ നിന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാൻ പോകുന്നത്, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ടൊരു വ്യക്തിയാണോ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇമോഷൻ്റെ മേലെ നിങ്ങൾ തീരുമാനം എടുക്കാതെ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾക്ക് സ്നേഹവും കരുതലും എവിടെ നിന്നാണോ ലഭിക്കുന്നത്, സപ്പോർട്ട് എവിടെ നിന്നാണോ ലഭിക്കുന്നത്, നിങ്ങളെ കേൾക്കാൻ തയ്യാറാവുന്ന വ്യക്തിയാണോ ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെ, പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ജോലിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കംഫർട്ട് സോൺ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വിട്ട് കളയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു ജോലിയിൽ തന്നെ തുടരുന്നുണ്ടാവാം. അപ്പോൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരുന്നത് എന്താണോ ആ ഒരു ജോലി നിങ്ങൾ അതിലേക്ക് പോകാൻ ശ്രമിക്കുക. ചിലപ്പോൾ 1-2 മാസം നിങ്ങൾ ജോലി ഇല്ലാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം, എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് തരുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പഴയ ഒരു പാറ്റേൺ, നിങ്ങളുടെ ക്യാരക്ടറിനെ, നിങ്ങളല്ലാതാക്കി മാറ്റുന്ന ഒരു ക്യാരക്ടറിനെ നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അതിനുള്ള കരുത്ത് തീർച്ചയായിട്ടും ഭഗവാൻ തരും. ഇപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. വീണ്ടും പഴയ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ
നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെത്താനുള്ള ഒരു കഴിവ്, സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഏത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ചില പഴയ പാറ്റേൺസ് ആയിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളായിരിക്കാം നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടിടുന്ന ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരത് വിജയിക്കുമോ സക്സസ് ആവുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന സമയത്ത് നിങ്ങളതിൽ വീണ് പോകണു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തരുന്ന ആ ഒരു ഇന്നർ ഗൈഡൻസിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. മറ്റുള്ള ആൾക്കാരിലല്ല. തളർത്താനും ചതിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ ജയിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ ഇത് റെസണേറ്റ് ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് മൂന്നാമത്തേത്, ഗുരുവായൂരപ്പൻ്റെ കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. കാരണം ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഈ ഒരു അവസ്ഥയിലെത്തിയ ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ടോർച്ചറിങ് ആയിട്ടുള്ള അവസ്ഥ, വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കടന്ന് ആണ് ഇവിടെ എത്തിയത് എന്നൊരു സന്ദേശമാണ് എനിക്ക് തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു അവസ്ഥയിൽ. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം എത്രയോ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും മുമ്പോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെയധികം ഐഡിയ, പാഷനൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഐഡിയകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. മേ ബി നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആ സിറ്റുവേഷൻസ് നിങ്ങളെ റിമൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള അതായത് നിങ്ങളെ തളർത്തുന്ന ആൾക്കാരും, അത് തന്നെയാണ് എനിക്ക് സെക്കൻഡ് പൈലും ഓൾമോസ്റ്റ് വന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ കേട്ട് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ മനസ്സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും, അതായത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പല ആൾക്കാരും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലതരത്തിലും കുറ്റപ്പെടും. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താലും എന്ത് നല്ല കാര്യങ്ങൾ ചിന്തിച്ചാലും അതിൻ്റെ മേലെയൊക്കെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ചിലപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ അത്തരത്തിലുള്ള ബോസ് ആയിരിക്കാം നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളൊന്ന് ഒരു കയ്യകലം, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും മാറി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. നിങ്ങളെ തന്നെ നന്നായിട്ട് വാല്യൂ ചെയ്യുക. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ സ്നേഹിക്കേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ അവർക്ക് നിങ്ങളെ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയർച്ചയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ദിവസവും നാമജപം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഈ ഒരു ഗ്രൂപ്പിൽ കാണാൻ സാധിക്കുന്നു. സോ അത് തീർച്ചയായിട്ടും തുറന്നു കൊണ്ടുപോവാം. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മേ ബി ടീച്ചേഴ്സ്, ഡാൻസ്, മ്യൂസിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എഗെയിൻ നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് പാഷൻ, കുഞ്ഞുനാളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ ഒന്നും കൂടി അതിലേക്കൊന്ന് റീവിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പാസ്റ്റിലെ ചില കാര്യങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ ഒന്ന് കണക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സ്, കുഞ്ഞുനാളിലെ ചില ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടാവാം, വീണ്ടും വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ചില ആൾക്കാർ ചില മെസ്സേജുകളായിട്ട് അല്ലെങ്കിൽ പുതിയ ഇൻവിറ്റേഷൻസ് ആയിട്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ജോലി ഓഫറായിരിക്കാം. അപ്പോൾ നിങ്ങളതിപ്പോൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല, അത് സ്വീകരിക്കുക. തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾക്ക് പുതിയ നല്ല കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്നും കൂടി തരംതിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടി അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം. ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ഡെയിലി കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാൻ ചൊല്ലാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. ഈ ഗ്രൂപ്പ് സെലക്ട് അല്ലെങ്കിൽ ഒരു ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ, എത്ര മെഡിസിൻ എടുത്താലും ഹീലാവാത്ത അല്ലെങ്കിൽ അസുഖം മാറാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ശരീരം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ പഴയ നിങ്ങളുടെ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ
ഒരുപാട് ടെൻഷൻസ്, പെയിൻ, സഫറിങ്സ് ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻസ് സപ്രസ് ചെയ്തത് മൂലം, അതായത് സപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ചിലപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ആരോടും പറയാൻ പറ്റാത്ത ചില ഇമോഷൻസ്, പ്രശ്നങ്ങൾ അടക്കി വെച്ച് അതിപ്പോൾ നിങ്ങൾക്കൊരു രോഗമായിട്ട് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അസുഖങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ശരീരം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറകിൽ ഉപേക്ഷിക്കുക. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കുറച്ച് നേരം ധ്യാനത്തിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ പ്രാണായാമം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിക്കുന്നതാണ്. തീരെ വയ്യ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എല്ലാ വർക്കുകളും കൂടി ഒരുമിച്ച് തീർക്കാൻ ശ്രമിക്കാതെ കുറച്ചായിട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സന്ദേശം കൂടി നിങ്ങൾക്ക് തരേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള ഒരു എനർജി ആയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു നവംബറോടുകൂടി നിങ്ങൾക്ക് ആ പൈസ കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാങ്ങിച്ചു കൊണ്ടുപോയ ആൾ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അല്ലെങ്കിൽ അത് ഏറ്റു പറയുമെങ്കിൽ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കും, എന്നൊരു എനർജി കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സന്ദേശം എന്നറിയില്ല, ഇത് ആർക്ക് വേണ്ടിയിട്ടതാണെന്ന് അറിയില്ല. ഒന്ന് റെസണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെയും എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ പലരും മറ്റു പലരുടെയും ദൃഷ്ടിദോഷത്തിൽ പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ ചില ആളുടെ അടുത്ത് തുറന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും രാവിലെയും വൈകുന്നേരമൊക്കെ നാമജപം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നൊരു ഡിവൈൻ ലൈറ്റ്, ഒരു പ്രകാശം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കാതെ നിങ്ങൾക്ക് ഒരുപാട് ശക്തി തരുന്നതായിട്ടും, വൈകുന്നേരം ആണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ച ആൾക്കാരിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി കാര്യങ്ങൾ, ദൃഷ്ടിദോഷം പോലുള്ള വാഗ്ദോഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ വിട്ടൊഴിയുന്നതായിട്ടും സങ്കല്പിക്കുക. ആ ഒരു ലൈറ്റ് അത് നിങ്ങൾക്ക് ഏത് നിറത്തിൽ വേണമെങ്കിലും സങ്കല്പിക്കാം. ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങൾ വന്ന് നിറയുന്നതായിട്ട് ഡെയിലി വിഷ്വലൈസ് ചെയ്യുന്നത് മുൻപോട്ടേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നതിന് ഒരുപാട് സഹായകമാവും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. പ്ലസ് നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. കുട്ടിക്കാലത്തെ നിങ്ങളുടെ പാഷൻ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പാഷനോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഈ ഒരു കാർഡ് സെലക്ട് ആയെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.